40 kVയുടെ സോളാർ സിസ്റ്റം ചെയ്യുന്ന ഒരു ഫുൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം ഒരു 4 എണ്ണം ഞാൻ പോസ്റ്റ് ചെയ്തു. അതിൽ ആദ്യത്തെ വീഡിയോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, രണ്ടാമത്തെ വീഡിയോസ് ആക്സസറീസ് മുകളിൽ ചുവന്ന് കയറ്റുന്നത്, അതുപോലെ തന്നെ മൂന്നാമത്തെ വീഡിയോസ് പാനൽ മുകളിൽ കയറ്റുന്നത്, നാലാമത്തെ വീഡിയോ സ്ട്രക്ചർ ചെയ്യുന്നത്. ഇത്രയും വീഡിയോസാണ് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാനൽ സെറ്റ് ചെയ്യേണ്ടത് മേളിൽ ഷീറ്റ് ഇട്ടതിന് ശേഷം അതിന് മേളിലാണ് പാനൽ സെറ്റ് ചെയ്യാനുള്ളതെന്ന്. അപ്പോൾ അതിനുള്ള ആ ഷീറ്റ് ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിന് മേളിൽ ഇനി അവർക്ക് ക്ലാമ്പ് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്താണ് പാനൽ സെറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി റൂഫ് വർക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ളത് പാനൽ സെറ്റിങ്സ്, ഇൻവെർട്ടർ സെറ്റിങ്സ്, അതുപോലെ തന്നെ കേബിളിങ്, എർത്തിങ്, അതുപോലെ തന്നെ ലൈറ്റ്നിങ്ങിൻ്റെ കണക്ഷൻ തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ ഇത്രയും വർക്ക് അവർ ചെയ്തേക്കുന്നത് 5 ദിവസം കൊണ്ടാണ്. ഇനി അടുത്ത ദിവസം പാനൽ സെറ്റ് ചെയ്യാനുള്ള ക്ലാമ്പ് സെറ്റ് ചെയ്യുന്നതും പാനൽ ഫിറ്റിങ്സ്, ഇൻവെർട്ടർ സെറ്റിങ്സ് മുതലായവയാണ്. അപ്പോൾ ഞാൻ അത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഈ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സംഭവങ്ങളൂടെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തുടക്കം മുതൽ ഇവരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയാൻ സാധിച്ചൊരു കാര്യം, ഇവരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റാണ്. ആ വർക്കും അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ വന്ന ആൾക്കാരും വർക്ക് എടുത്ത ആളും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റൂഫ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാന്തിൻ്റെ ഓരോ ഇടവിട്ട് അവർ ബോൾട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ വർക്കുകളെല്ലാം അവർ പെയിൻറ്റിങ് ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഇവരെ ഞാൻ നല്ല രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വർക്കിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസും നല്ല ബ്രാൻഡഡ് സാധനങ്ങളുടെ മെറ്റീരിയൽസ് തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു വർക്ക് അവർ ചെയ്തേക്കുന്നത് 2 പോർഷനായിട്ടാണ്. അപ്പം ഏറ്റവും മേളിൽ, അതായത് ടാങ്കിൻ്റെ ഏറ്റവും മേളിൽ, അതായത് ലിഫ്റ്റ് റൂമിൻ്റെയും ഏറ്റവും ടോപ്പിലാണ് അടുത്ത ഒരു 19 പാനൽ എന്തോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു പാനൽ വാഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു വർക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.